24 മണിക്കൂറിലേറെയായി ഞാൻ മണിമാല കയ്യിൽ കിട്ടുന്നത് സ്വപ്നവും കണ്ട് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. നിനക്ക് പറ്റില്ലായിരുന്നെങ്കിൽ നീ എന്നോട് പറഞ്ഞാ പോരായിരുന്നു. നല്ല വെടിപ്പായിട്ട് ഈ പണി ചെയ്യാൻ അറിയുന്ന ആളുകള് എന്റെ കൂടെയുണ്ട്. ചേച്ചി, അവരിങ്ങനൊരു പരിപാടി കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഈ അവരെന്ന് പറയുന്നത് ഒരു വേലക്കാരനും അയാളുടെ ഭാര്യയും ഒരു നരുന്ത് പെണ്ണുമല്ലേ? ആ 3 എണ്ണത്തിനെ പിടിക്കാൻ ഇനിയും നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് നീ എന്നോട് പറ, ഞാൻ തരാം. പക്ഷേ മണിമാല അത് എന്റെ കയ്യിൽ കിട്ടണം, എത്രയും വേഗം. ചേച്ചിക്കും അറിയാമല്ലോ ആ മാലയുടെ ശക്തി. അർഹതപ്പെടുന്നവരുടെ കയ്യിൽ മാത്രമേ ആ മാല ഉണ്ടാവൂ. ചേച്ചിക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ ഇനി ആരൊക്കെ തടഞ്ഞാലും ശരി, മണിമാല ചേച്ചിയുടെ അടുത്ത് തന്നെ എത്തും. എനിക്ക് തോന്നുന്നത് അത് കൈ കിട്ടാനാ ഇപ്പൊ വൈകുന്നതെന്നാണ്. ഏത് തടസ്സവും തള്ളിക്കളഞ്ഞ് ചേച്ചിക്ക് ആ മണിമാല കിട്ടും. എന്റെ അമ്മേ, ഇത് വീടാണോ അതോ കൊട്ടാരാണോ? വാ. ചേച്ചിക്ക് ഞാൻ പറഞ്ഞാറുണ്ടല്ലോ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ മണിമാല പോലൊരു അപകടകാരി മറ്റൊന്നില്ല. നല്ല മനസ്സോടെ അല്ല മണിമാല കൈകാര്യം ചെയ്യുന്നെങ്കിലേ അഗ്നിബാധയ്ക്കാ സാധ്യത. അതുകൊണ്ട് തീക്കളിയാണ് നമ്മൾ കളിക്കുന്നതെന്ന് എപ്പോഴും ബോധ്യം വേണം. ചേച്ചി അല്പം കൂടി ഒന്ന് ക്ഷമിക്കേ. മണിമാല ഉടനെ ചേച്ചിയുടെ വീട്ടുപടിക്കലെത്തും. നീയൊക്കെ ഏതാ? ചന്ദ്രേച്ചി എന്തിനാ ഞങ്ങൾക്ക് വേണ്ടി അവരോട് അപേക്ഷിക്കാൻ പോയത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ പൊക്കോളാന്ന്. ഇവരുടെ അടിമേറ്റ് കഴിയുന്നതിലും നല്ലത് കടവരാന്ത് തന്നെയാ അമ്മേ. അതൊക്കെ മോക്കിപ്പ തോന്നും. ഒരു ദേഷ്യത്തിന് ഇറങ്ങിപ്പോയാ നിങ്ങക്ക് ഒരിടവും ഇല്ലാതാവും. ആരും സഹായിക്കാനില്ലാത്തതിന്റെ വേദന നിനക്ക് മനസ്സിലാവില്ല. അത് നിന്നേക്കാളും നന്നായി നിന്റെ അമ്മയ്ക്കും എനിക്കും അറിയാം. കാരണം ഞങ്ങളത് കുറെ അനുഭവിച്ചതാ. ദേ, സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ സീത തന്നെ പറഞ്ഞു തന്നേനെയല്ല. ദേഷ്യം വരുമ്പോ എടുത്തു ചാടിയിട്ട് പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല മോളെ. ദേ, താഴേണ്ടടുത്ത് താഴണം, അപേക്ഷിക്കേണ്ടടുത്ത് അപേക്ഷിക്കണം. ആ, ചേച്ചിയെ കണ്ടെത്തുന്നതുവരെ ഇതാണ് നിങ്ങളുടെ വീട്. സൗകര്യം കുറച്ച് കുറവാ. അതൊന്നും സാരമില്ല ചേച്ചി. എന്നാലും ചേച്ചിയെ സമ്മതിക്കണം. ഈ ടീമിന്റെ ഒക്കെ കൂടെ ഇവിടെ താമസിക്കുന്നുണ്ടല്ലോ. ഓരോരുത്തരും ഓരോ രീതിയിലുള്ളവരല്ലേ മോളെ. നീ അവരുടെ മുന്നിൽ പോണ്ട, പ്രശ്നം തീർന്നില്ലേ? എന്തായാലും അഗതികളെ പോലെ ഞാനും എന്റെ അമ്മയോട് കഴിയാൻ ഉദ്ദേശിക്കുന്നില്ല.
കാരണം കഴിക്കുന്നതിന്റെ കണക്കായിരിക്കും അവർ നാളെ പറയാൻ പോകുന്നത്. ഇവിടെ താമസിക്കുന്നതിനും കഴിക്കുന്ന ഭക്ഷണത്തിനും പകരമായിട്ട് വീട്ടുജോലിയില് ഞാൻ ചേച്ചിയെ സഹായിക്കാം. ഞാൻ മാത്രം. പക്ഷേ എന്റെ അമ്മ ഒരിക്കലും ഞാൻ വേലക്കാരി ആവാൻ സമ്മതിക്കൂല. ആയിക്കോട്ടെ, എല്ലാം നിന്റെ ഇഷ്ടം പോലെ. ഗ്യാസ് കുറ്റിയുമായി ഡ്രൈവർ വന്നു തോന്നുന്നേ. ഞാൻ പോയി ഗേറ്റ് തുറന്നു കൊടുത്തിട്ട് വരാം. ചേച്ചി, എന്തായാലും ഞാൻ ചേച്ചിയെ സഹായിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുവല്ലേ. ആ സഹായം ഗേറ്റിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ. ഞാൻ പോയി ഗേറ്റ് തുറന്നു കൊടുക്കാം. മോളെ, ഞാൻ പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടല്ലോ. ദേ, ഈ മണിമാല കാത്തു സൂക്ഷിക്കേണ്ടത് മോളുടെ ഉത്തരവാദിത്വം. കൺമുമ്പില എന്റെ തമ്പുരാനും തമ്പുരാട്ടി എരിഞ്ഞു തീർന്നത്. ഉള്ളെരിഞ്ഞു നിൽക്കുമോ ദേവി ഞാൻ എന്റെ തമ്പുരാനെയും തമ്പുരാട്ടിയെ ഇല്ലാതാക്കിയവരെ കണ്ടെത്താൻ. എന്നെ സഹായിക്കണേ ദേവി.